നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാടിൻ്റെ സ്വപ്ന പദ്ധതിയായ നടപ്പാതയും സൈക്കിൾ ട്രാക്കും പണി പാളിയിട്ടോളി. വർഷങ്ങളായി പാതി വഴിയിൽ നിൽക്കുന്ന പണി ഇപ്പോൾ പൊന്തക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചെളിവെള്ളവും നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. കരാറുകാരന് അനുയോജ്യമായ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ് തുടർന്ന് പണികൾ നടത്താതെ പാതി വഴിയിൽ നിന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സൈക്കിൾ ട്രാക്കും നടപ്പാതയുമാണ് നമ്മൾ കാണുന്നത്. പൊന്തക്കാടുകൾ പിടിച്ച് ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പരിസരവാസികളും ഇതുവഴി നടന്നു പോകുന്ന കാൽനട യാത്രക്കാരും പറയുന്നു. എന്തേ അധികൃതർ മൗനം പാലിക്കുന്നത്? ഇനി ഇത് തുടർന്ന് നടത്തണമെങ്കിൽ പഴയ റേറ്റിൽ ചെയ്യാനാവില്ലെന്ന് കരാറുകാർ പറയുന്നു. കാലാകാലങ്ങളായി നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുയോജ്യമായി കരാർ തുകയും വർദ്ധിച്ചാൽ മാത്രമേ പണി തുടരാനാകൂ എന്ന് കരാറുകാർ പറയുന്നു. ഇത് ആർക്കും ഒരു നടപടിയെടുക്കാൻ ആവില്ലേ എന്നാണ് കരാറുകാരും നാട്ടുകാരും ചോദിക്കുന്നത്. അതിനു പുറമെ ഉള്ള സ്ഥലത്ത്, നന്നായി നടക്കുന്ന സ്ഥലത്ത് വഴിയോര കച്ചവടക്കാർ ഇടം പിടിച്ചിരിക്കുകയാണ്. വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ വഴിയോര കച്ചവടക്കാർ കച്ചവടം നടത്തുന്നത്. ഈ കച്ചവടക്കാർക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടോ? ഇത് ആരോഗ്യവകുപ്പ് ചോദിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. ഇവർ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ്, നടപ്പാത ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവർ കച്ചവടം നടത്തുന്നത്. അതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ ഇത്തരം കച്ചവടങ്ങളിൽ, വഴിയോര കച്ചവടങ്ങളിൽ എന്തെങ്കിലും അനധികൃതമായി ഫുഡിൻ്റെ പോയ്സൺ കയറിയാൽ ആരതിന് ഉത്തരവാദിത്വം പറയും? ഫുഡ് ആൻഡ് സേഫ്റ്റി നോക്കേണ്ട ആരോഗ്യവകുപ്പ് അധികൃതർ മൗനം പാലിക്കുന്നത് എന്താണ് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3 സേവനത്തിൻ്റെ 27ാം വർഷം. നടപ്പാതയുടെ ഈ ശോചനീയാവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നടപ്പാത ഒന്ന് ശുദ്ധീകരിച്ചാൽ വളരെ നന്നായിരിക്കും, ഒരു കാര്യം. പിന്നെ നടപ്പാതയിൽ തന്നെയാണ് ഇപ്പോൾ പലരും കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് നടക്കുന്ന ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയാൻ പറ്റില്ല. ബന്ധപ്പെട്ട അധികാരികളാണ് അത് പറയേണ്ടത്. അപ്പോൾ അവർ കച്ചവടങ്ങൾ നടക്കണം. ഇവിടെ ബേൽപൂരി അല്ലെങ്കിൽ വഴിയോര കച്ചവടങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ തട്ടുകടകൾ പോലത്തെ കടകൾ, പിന്നെ എന്താണ് കൂൾ ഡ്രിങ്ക്സ് പോലത്തെ കടകൾ, പിന്നെ കരിമ്പ് ജ്യൂസ്, ഇങ്ങനെ പലതവണ അവിടെ നടക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, നാട്ടുകാർക്ക്. അപ്പോൾ അധികൃതരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ. അപ്പോൾ ഈ സൈക്കിൾ ട്രാക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ പല ഭാഗത്തും സൈക്കിൾ ട്രാക്ക് ഈ ടൈൽസൊക്കെ ഉണ്ടല്ലോ, അത് ഉടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതിലൂടെ ഡ്രൈവിംഗ് നടത്താൻ പറ്റില്ല. അവരിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ മനുഷ്യർ നടക്കുന്ന പാതയുണ്ടല്ലോ, ഈ നടപ്പാത, അതിൽ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നടക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ നടപ്പാതിൻ്റെ സൈഡിലുള്ള മരങ്ങളുണ്ട്, അതിലത്തെ ഇലകളെല്ലാം വീണിട്ട് ഈ മഴക്കാലത്ത് വല്ലാതെ നാശമായി കിടക്കുന്നുണ്ട്. അതിനൊന്ന് ശുചീകരിക്കാനുള്ള നടപടി പോലും ഇപ്പോൾ നടന്നു കാണുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി. നടപ്പാതയിൽ കിടക്കുന്ന ഇപ്പോൾ ഈ കാണുന്ന പുല്ല് മാത്രമല്ല, ചെടികളുടെ ഇലകളെല്ലാം വീണിട്ട് മഴക്കാലത്ത് അതങ്ങനെ ഒരു ജീർണിച്ച അവസ്ഥയാവുമല്ലോ. നടക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്, നടക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എന്തായാലും സൈക്കിൾ പാതയും നടപ്പാതയും വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം പോരാ, അത് സുരക്ഷിതമായ രീതിയിൽ അതിനെ വേലി കെട്ടിയിട്ട് പറഞ്ഞാൽ ഈ കയ്യേറുന്നുണ്ടല്ലോ കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാർ കയ്യേറുന്നത് ഒഴിവാക്കാൻ വേണ്ടി
സൈഡിൽ വേലി കെട്ടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, എന്താ പറയുക, കമ്പി വേലി, അതെ അതെ. അതുകൂടി കെട്ടി. അല്ല, അതിലുപരി ഈ നടപ്പാതയിലും അല്ലെങ്കിൽ സൈക്കിൾ ട്രാക്കിലും അനധികൃതമായി വഴിയോര കച്ചവടം നടത്തുന്ന മുട്ട ബജ്ജിക്കാര്, മറ്റേ ബേൽപൂരിക്കാര് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ അവർ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അതെ, അത് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. മുനിസിപ്പാലിറ്റി ഉണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യവകുപ്പ് അത് ചെയ്യണം, എല്ലാം കൂടി ചെയ്യണം അല്ലേ? പിന്നെ പോലീസ് വകുപ്പ് ഇടപെടണം. ഇപ്പൊ ഇതില് ഇവര് ചെയ്യാൻ പറ്റില്ല. നാട്ടുകാരൊന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്താൽ അത് പ്രശ്നമാവും. അതെ. പക്ഷേ ഇവര് ഇത് ചെയ്യുമ്പോൾ ഇവർക്ക് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ല. ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഇല്ല. ദൈനംദിനം ഓരോരുത്തർ കൂടി വരുന്നുണ്ട്. അതെ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന കച്ചവടമല്ല നാളെ ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ അടുത്ത ആൾ വേറെ വരും. ഇങ്ങനെ വന്ന് വരുമ്പോൾ ഇവർക്കൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അല്ല, മാത്രമല്ല ഈ ലൈസൻസോ കാര്യങ്ങളോ ഇല്ലാണ്ട് ആരോഗ്യവകുപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഭക്ഷണത്തിൽ കുഴപ്പം വന്നു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്വം പറയും? ഒരാളും ഉത്തരവാദിത്വം ഉണ്ടാവില്ല. കഴിക്കുന്നവരും തന്നെ അനുഭവിക്കേണ്ടി വരും. ആരോഗ്യവകുപ്പ് അതിന് മറുപടി പറയണ്ടേ? മറുപടി പറയണം. പക്ഷേ അവർ കൈയൊഴിയുള്ളൂ. കാരണം ഞങ്ങളുടെ അനുവാദത്തോടല്ല ചെയ്തിരിക്കുന്നത് പറഞ്ഞ പണി. അനുവാദം ഇല്ലെങ്കിൽ അതിന് നടപടി എടുക്കണ്ടേ? അവര് നടപടി എടുക്കണമെങ്കിൽ ആര് ശ്രദ്ധിക്കണത്? പരിശോധിക്കണ്ടേ? പരിശോധനയില്ലല്ലോ. നടപടി എടുക്കേണ്ട ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിൻ്റെയാണ്. മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യവകുപ്പാണ് ഇത്തരത്തിലുള്ള അനധികൃത കച്ചവടങ്ങൾ നോക്കേണ്ടത്. അവരുടെ ചുമതലയാണ്. അത് അവർ ചെയ്യുന്നില്ല. അത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അവർക്കുള്ളതാണ്. സത്യം അതാണ്. ഇല്ല, അതായത് സർക്കാരിൻ്റെ ശ്രദ്ധ ഇതിൽ പതിഞ്ഞാൽ മാത്രമേ ഒരു നിവൃത്തി കാണാൻ പറ്റൂ. അതാണ് അഭിപ്രായം.